കറികള് ഇത് എടുക്കണാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതൊക്കെ പേടിച്ച കാര്യം നമുക്ക് പാമ്പിനെ പേടിക്കാണ്ട് പിന്നെ ഒരു കൊമ്പ് ഞാൻ അങ്ങനെ പിടിച്ചതാണ് മുളക്. ഇത് കണ്ടപ്പോളേ എനിക്ക് തോന്നി സാമ്പാറൊക്കെ വെക്കുമ്പോ തക്കാളി വേറെ ഒന്നും ചെയ്യാറില്ല ശരിക്കും. ഇതേമാതിരി ഇങ്ങനെ വരുമ്പോ ഇത്തിരി വലുതാവും. 2 വർഷം ആകുമ്പോഴേക്കും ഉണ്ടായിട്ടത് അതന്നെ 3 ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ, വായോട്ടാ. ഇന്ന് നമുക്കിടല്ലോ പുറത്തേക്ക് ഒന്ന് പോണേട്ടാ. പക്ഷെ പുറത്തേക്ക് പോണേക്കാളും മുന്നേ രാവിലെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങാം, വായോട്ടാ. ഇന്ന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് എന്താ പറയാ പച്ചമുളകും വേപ്പിലൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ വെക്കുന്ന കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു കറിയാട്ടാ. അതായത് നോൺ വെജ് പോലെ കഴിക്കാം, അത്രയും ടേസ്റ്റുള്ളൊരു ചക്കക്കുരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ പറ്റണ നല്ലൊരു കറിയായിട്ട് നമ്മളിന്ന് വെക്കുന്നത്. അപ്പൊ നമ്മുടെ തൊണ്ടമുളക്, അതായത് തിരുവനന്തപുരക്കാരൻ മുളക് എന്നാണ് ഇപ്പൊ നമുക്ക് കമന്റിലൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പഴുത്ത കുറച്ച് മുളക് നിൽക്കുന്നുണ്ട്, അതൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കറിയിലേക്ക് ആകെ ഒരു മുളകിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ മുളക് ഇടുമ്പോൾ. അപ്പൊ ഞാൻ ഇപ്പൊ തൊട്ട് എന്താ പറയാ നമ്മുടെ ഈ മുളക് തന്നെയാണ് കൂടുതലും കറിയിലേക്ക് ഞാനിപ്പോ ഉപയോഗിക്കുന്നത്. പിന്നെ പഴുത്തിട്ട് മുളക് നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കട അങ്ങനെ തന്നെ ഉണങ്ങിപ്പോവും. അപ്പൊ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ അത് ഫ്രിഡ്ജിൽ കൊണ്ടേക്കാണ്. ഇതേപോലെ നല്ല പഴുത്ത മൂത്ത മുളക് ഇടുമ്പോഴേ നല്ല എരിവും അതേപോലെ കറിക്കൊരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. പിന്നെ ഈ തൊണ്ടമുളക് പഴുത്തതില്ലേ നമ്മൾ ഉണക്കിയിട്ട് നമ്മള് കടുകും മുളകും താളിക്കണേൽ ഇടുമ്പോഴും കറികള് ഇത് എടുക്കണാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പഴുത്തതൊക്കെ ഉണക്കിയെടുക്കും. എന്താ നന്നായിട്ട് ഉണ്ടാവണുണ്ട് നോക്കിയേ. പിന്നെ ഒരു കൊമ്പ് ഞാൻ അങ്ങനെ പിടിച്ചതാണ് മുളക്. ഇനിയിപ്പോ നമ്മുടെ വേപ്പിലയും അതേപോലെ തന്നെ ഇഞ്ചിയും ഇല്ല. അപ്പൊ ഒരു കഷ്ണം ഇഞ്ചി പറിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി ചട്ടിയിൽ നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നാട്ടാ. അപ്പൊ അതൊക്കെ ഇതന്നെ കഴിഞ്ഞ് പുതിയതായിട്ടൊരു മുള വന്നു തുടങ്ങി. ചെറിയൊരു കഷ്ണം മതി, ഇവിടെ ഉണ്ട്. ഈ മുള വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ നട്ടു കൊടുക്കുക. ഒരു വേര് പിടിച്ചോട്ടെ. ഇതിന്റെ ഒരു കഷ്ണം മുളയുള്ള ഭാഗം പൊട്ടിച്ചിട്ട് ഇവിടെ തന്നെ നട്ടു കൊടുക്കാം നമുക്ക്. ഒരു ഉണ്ടായോളേ ഒരു കഷ്ണം എടുക്കണല്ലോ, അത് കഴുകിയെടുക്കട്ടെ. നമ്മുടെ നാടൻ ഇഞ്ചി ആവുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കാരണം ഞാൻ മിക്കത് ആവശ്യത്തിന് മാത്രമേ പറിച്ചെടുക്കുള്ളൂ ഇഞ്ചി. ഇനിയിപ്പോ നമ്മുടെ വേപ്പില, ഇനിയിപ്പോ ഷായേട്ടൻ അവിടെ നമ്മുടെ തക്കാളിക്ക് നമ്മൾ പുതിയതായിട്ടൊരു തക്കാളി നടന്ന ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തക്കാളിക്ക് അവിടെ മണ്ണൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാട്ടാ. ഞങ്ങടെ ഇപ്പോ കുട്ടികളെ അത്രയും മതി. കണ്ട തക്കാളിയുടെ കടയിലേക്ക് മണ്ണിട്ട് കൊണ്ട് വേണ്ട. തക്കാളി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതേപോലെ നമ്മൾ അവരെ കടക്കിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കും. ഈ തക്കാളി തൈ നടന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടാ. എന്തായാലും നമ്മുടെ തക്കാളി എങ്ങനെയാണ് നമുക്ക് തക്കാളിക്ക് ഉണ്ടാവണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തക്കാളി വളർന്നു വരുന്നതിനനുസരിച്ചിട്ടെന്ന്. അപ്പൊ ഇതാ ഇത്രയും വളർന്നു വന്നു. അപ്പൊ ഇതാ മണ്ണിട്ട് കൊടുക്കണം. നല്ല തിണ്ടും മെന്നിയായിരുന്നു നമ്മള് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് തക്കാളിക്കില്ലേ
ശരിക്കും വേറെ പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഇടാറില്ല. എന്നുവെച്ചാ ഇവിടെ ആദ്യം വെണ്ടി ഉണ്ടായിരുന്നു, ശേരി ഉണ്ടായിരുന്നു. അപ്പൊ അതിനുണ്ടായിരുന്ന വളം എന്തായാലും ഇവിടെ ഉണ്ട് ശരിക്കും. തക്കാളി വേറെ ഒന്നും ചെയ്യാറില്ല ശരിക്കും. ഇതേമാതിരി ഇങ്ങനെ വരുമ്പോ ഇത്തിരി വലുതാവും, അപ്പൊ മണ്ണിട്ട് കൊടുക്കുള്ളൂ. കാരണം നമ്മുടെ മണ്ണില് അത്യാവശ്യം വളം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. കാരണം നമ്മള് കോഴിക്കാട്ടായാലും ഈ ചവറായാലും എപ്പോഴും ഇട്ടിട്ടേ, അപ്പൊ തക്കാളിയുടെ തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, പെട്ടെന്ന് അതായത് നല്ല വെള്ളം ശേഖരിച്ച് നിർത്തുന്ന ഒരു തണ്ടാണ് തക്കാളിയുടെ. അപ്പൊ കുറെ എന്താ പറയാ വളങ്ങളോ അല്ലെങ്കിൽ കുറെ വെള്ളം നനവോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ചീച്ചിലൊക്കെ ആയിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ തക്കാളി നട്ട് ഇങ്ങനെ കൂടുതൽ മണ്ണിട്ട് കൊടുത്ത്, അപ്പൊ വെള്ളം കടയ്ക്കാൻ നിൽക്കില്ല, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും, ആവശ്യത്തിനുള്ള വെള്ളം അവർക്ക് കിട്ടുള്ളൂ. അതിനായിട്ട് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു സാധനം തന്നെ കാട്ടിത്തരാം, ഒരു ഫ്രൂട്ട്സ് കിട്ടാ. ഒരു 2 വർഷമായിട്ടുള്ളോ പോരെ, കാട്ടിത്തരാത്. നോക്കിയേ, ചെടി നോക്കിയേ, മാതളം എന്ന് പറയില്ലേ, മാതളം, അനാറ് ദേ ഉണ്ടായി വരുന്ന ചെറുതുകള്. 2 വർഷമായിട്ടുള്ള ഈ തൈ വെച്ചിട്ട് 2 വർഷം ആകുമ്പോഴേക്കും ഉണ്ടായിട്ടത്. അതന്നെ 3 ഉണ്ടായിട്ടുണ്ട്. കൊറേ പൂവ് ഉണ്ടാവുന്നുണ്ട്, ഇപ്പൊ തൊട്ട് പൂവ് കാണാല്ലേ, പക്ഷെ പൂവ് ഉണ്ടാവാറുണ്ട് നന്നായിട്ട്. 3 പിടിച്ചിട്ടുള്ളത് അല്ലേ ചേട്ടാ? പിന്നെ ഇത്ര വലിപ്പമുള്ള വന്ന് കൊഴിഞ്ഞു പോയിണ്ട്. അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നല്ല മരി ഉണ്ടാവും. അതന്നെ, നമ്മുടെ കാബേജ് ഇപ്പോഴും ഉണ്ട് കേട്ടാ. പഴയ കാബേജുകൾ നോക്കി ഇപ്പോഴും ഉണ്ട് നമുക്ക്. എന്തായാലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കറിക്കുള്ള കാബേജ്, ഞാൻ കാബേജ് കൊണ്ട് നല്ലൊരു ഗ്രേവിയിലൊരു കറി ഉണ്ട്, അത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു ദിവസം കാണിച്ചു തരാട്ടാ. പിന്നെ വൈലറ്റ് കാബേജ് നമ്മൾ നട്ടത് ശരിയായില്ല കേട്ടാ, കണ്ടാ കഴിഞ്ഞ കാരണട്ടാ. എന്നാലും ചെറുതായിട്ട് അവരുണ്ടാവാനുള്ള ഇത് കാണാനുണ്ട്, കണ്ടാ. ഈ കാലാവസ്ഥയിലും നമുക്ക് ഉണ്ടാവണുണ്ടല്ലോ. നോക്കി നമ്മളിതാ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു നമുക്ക് നന്നാക്കി എടുക്കണം. അപ്പോൾ അതായത് ഞാനിതാ വെറുതെ ഇങ്ങനെ നടുമുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലത്തെ ഈ ഒരു പോളയുണ്ടല്ലോ, അത് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ചിരണ്ടി കളയണ്ട, കാരണം അത് നല്ലതാണ്. പണ്ടൊക്കെ നമ്മൾ പറയും അതൊക്കെ ചിരണ്ടി കളഞ്ഞിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നല്ലതാണെന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ മാക്സിമം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിലാണ് ഞാൻ നുറുക്കിയെടുക്കണേ. എങ്ങനെ നുറുക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി കാലം കുറവിൽ നുറുക്കിയെടുക്കണതാട്ടാ നല്ലത്. നമ്മുടെ വീട്ടിലത്തെ ചക്കക്കുരു തന്നെയാട്ടാ. അപ്പം ഇന്നലെ രാത്രിയിൽ ഇതേപോലെ ഞാൻ രാത്രി കഞ്ഞിയും ചക്ക ഉപ്പേരി ആയിരുന്നു. അപ്പോൾ ആ കുരുവാണ് ഇന്നിപ്പോൾ ചപ്പാത്തിലേക്ക് ആക്കാന്ന് വെച്ചിട്ട് എടുത്തു വെച്ചതാ. ചക്കക്കുരു നമ്മൾ അങ്ങനെ കളയൊന്നുമില്ല കേട്ടോ, കുറേ നാൾ ഉപയോഗിക്കും. ഇനി ഞാനുണ്ടല്ലോ അതാ ഒരു ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നാക്കി നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് നമ്മളിത് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് വെറുതെ ഇങ്ങനെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുത്ത ഇഞ്ചി കഷ്ണങ്ങളുണ്ടല്ലോ അതും ചതച്ചിടാം കേട്ടോ. ഇതേപോലെ ചതച്ചിട്ടാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് കേട്ടോ, അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിടാം. ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പൊടി ഞാനിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചക്കക്കുരു വേവാനുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ മൂടി വെച്ച് നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇനി ഇത് വേവട്ടെ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കണം. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാകട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഇതാ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കറുകപ്പട്ട, അതേപോലെ 4 ഗ്രാമ്പു, ഒരു തക്കോളത്തിന് പകുതി, 2 കറുകപ്പട്ട ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നോക്കി ഒരു 1/4 മുറി നാളികേരം കേട്ടോ ചെറുകീര് അതിട്ടെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്ന വരെ നമ്മളിത് ഇളക്കി കൊടുത്താൽ മതിയിട്ടാണ്. ഒപ്പം നമ്മുടെ ചക്കക്കുരു ഇവിടെ തിളച്ചിട്ടുണ്ട്, ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം. ചെറുതായിട്ട് നമ്മുടെ നാളികേരം ഗോൾഡൻ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിയാൽ ഒരു 15 ചുവന്നുള്ളിയിട്ടാണ് നമ്മളിതാ തോല് കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിതാ ഇപ്പോൾ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നാളികേരം വറക്കണ നേരത്ത് ഞാനൊന്ന് തീ കുറവിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിതാ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിലേക്ക് ഇട്ട് ഇതാ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഉള്ളിയിലേക്കൊക്കെ ചെറിയൊരു നമുക്കറിയാം എന്താ പറയുക, ഉള്ളിക്കായി വരുമ്പോൾ ഒരു നല്ലൊരു കളറ് ഉള്ളിയിലേക്കും കയറിയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ ഒരു ഇത്തിരിയോളം പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് വെറുതെ തന്നെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ 2 പിടി അത്രയും നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇതാ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ തൊണ്ടമുളക് ഇട്ടാൽ കേട്ടോ, തൊണ്ടമുളകിന് ഇത് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാ മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമ്മളിതാ 1 ടീസ്പൂണ് കാശ്മീരി മുളക് ഇടുന്നുണ്ട്. കളറിനാണ് ഇതിന് പ്രത്യേകിച്ച് എരിവൊന്നും കൂടുതലില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണാണ് കുരുമുളക് പൊടിച്ചത്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു ചൂടിലാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. ആ മുളകിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോണത് ഈ നാളികേരത്തിൻ്റെ ഈ ചൂട് മതി നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കൂട്ടോ. അല്ലെങ്കിൽ ഈ ചീനിച്ചട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാവേ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചക്കക്കുരു വെന്തോ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കുരു വെന്തിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്കിങ്ങനെ എടുത്തിട്ട് ഇതേ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ആക്കുമ്പോൾ വേണ്ട പൊട്ടി. അപ്പോൾ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഈ ചക്കക്കുരു വെന്തേലിക്കുണ്ടല്ലോ നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാട്ടെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രം ഒന്ന് കഴുകിയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഈ മസാലയൊക്കെ നമ്മുടെ ഈ ചക്കക്കുരുമ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിതാ മൂടി വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒപ്പം ഞാൻ എന്താ തീ ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. നമുക്കുണ്ടല്ലോ ഒന്ന് മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നോക്കിയാൽ നന്നായി തിളച്ച് ചക്കക്കുരുമയൊക്കെ നമ്മുടെ ആ മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നല്ല കട്ടിയുള്ള ഒരു 1/2 ഗ്ലാസ് നാളികേരം പാല് അതിതാ ഒഴിച്ച് കൊടുക്കാം. ഈ ഗ്ലാസ് കൂടി ഒന്ന് ചെറുതായിട്ട് കഴിഞ്ഞു. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ചട്ടിയായി കാരണം ഇതിലിരുന്ന് ഇങ്ങനെ തിളയ്ക്കും. ആ തിളച്ച് ഇങ്ങനെ നിൽക്കണോട് കൂടി തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഞാനിതാ അപ്പുറത്തേക്കൊന്ന് ഇറക്കി വയ്ക്കട്ടെ. ഇനി നമുക്കിതാ ഒരു ചീനിച്ചട്ടി നമുക്ക് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടിക്ക് ഒന്ന് ചൂടാവട്ടെ കേട്ടോ.
ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മളിത് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കുറച്ച് നാളികേരം കൊത്ത് കനം കുറവിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ കയറി വരുന്ന ആ ഒരു പാകം അത്ര ആക്കിയെടുക്കുന്നുണ്ടോ കേട്ടോ. നാളികേരം കൊത്തൊക്കെ ഇട്ടത് ചെറുതായിട്ടൊരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതായിരിക്കും ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടിയിൽ കാണുമ്പോൾ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുള്ളൊരു കറി കേട്ടോ. ഈ ഒരു കറിയില്ലേ നമ്മൾ എന്താ പറയുക, നാടൻ ചിക്കൻ കറിയില്ലേ അത് വെക്കുന്ന അതേ സെയിം ടേസ്റ്റാണ്. ഇതിൽ ഇറച്ചില്ല എന്നുള്ളൂ കേട്ടോ, അത്രയും ടേസ്റ്റാണ്. നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നാടൻ ചിക്കൻ കറിക്ക് വെച്ചാൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വെജ് കഴിക്കുന്നവർക്ക് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്, നല്ലൊരു കറിയാണ് കേട്ടോ അത്. ഇനി നമ്മളൊന്ന് പുറത്ത് പോവാട്ടാ. പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരിക്കാണ് പോണത്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് കേട്ടോ. കാരണം നമ്മുടെ കമന്റിലൊക്കെ പലപ്പോഴും ചോദിക്കാറില്ലേ നമ്മൾ വിത്തുകൾ എവിടുന്ന് മേടിക്കണേ, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എവിടുന്ന് മേടിക്കണേന്നൊക്കെ. അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോണത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പൊ ധൃതി പിടിച്ചിറങ്ങാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ പാമ്പിനൊന്നും പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലുമേ ബൂട്ട് ധരിക്കാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പൊ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെതാ അഗ്രോ ബസാറിൽ എത്തിയിട്ടാ തൃശ്ശൂര്. അപ്പോ നമ്മള് വന്നിട്ടുള്ളത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ബൂട്ട് മേടിക്കണം വെച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പൊ എനിക്ക് എന്റെ കാലിലൊക്കെ ഇതായിരിക്കും ഇത്തിരി കൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇത് എന്തായാലും ഇട്ട് നോക്കണ്ടിട്ടാ. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് 390 രൂപ. നോക്കി നോക്കട്ടെ, ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്കൊരു ശീലമില്ല നമുക്ക് ഇങ്ങനത്തെ ഇട്ടിട്ട്. പക്ഷെ എനിക്കിത് നമ്മുടെ ചെരുപ്പൊക്കെ ഇടുന്ന പോലെ ടൈറ്റ് അല്ല. പക്ഷെ നടക്കുമ്പോ കുഴപ്പമില്ല. കാല് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് വരും കേട്ടോ. പക്ഷെ നടക്കുമ്പോ വലിയ കുഴപ്പമില്ല. അപ്പൊ എന്താ ഇത്രയുണ്ട്. അപ്പൊ ഇതെന്തായാലും ഒരെണ്ണം മേടിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇവിടത്തെ പ്രത്യേകത പറഞ്ഞിട്ടാന്നറിയോ, ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനമാണോ നമ്മൾ കൃഷി ആവശ്യത്തിന് മേടിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടൂട്ടാ. അപ്പൊ നമ്മൾ എല്ലാതും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കണില്ലേ, പക്ഷെ കുറെയൊക്കെ ഒന്ന് ഓടിച്ച് നമ്മൾ കാണിച്ചു തരാട്ടാ. നമുക്കിങ്ങനെ പുല്ലൊക്കെ ചേർത്താനായിട്ടിട്ട് ഈ ഭാഗം കണ്ട പുല്ലിന്റെ കടഭാഗത്ത് ഇങ്ങനെ കൊത്താം. അങ്ങനെ നല്ല ഉറപ്പുള്ള സാധനങ്ങളാട്ടാ. ഇത് ഒരെണ്ണം മേടിക്കണോന്ന് ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. 145 രൂപ ഉള്ളോട്ട് ഇതിനെ. ഇത് നല്ലത് തന്നെ. ഓരോന്നും കാണുമ്പോഴേ എല്ലാതും മേടിക്കാൻ തോന്നണ പോലെ തോന്നണ എനിക്ക്. ചെറുതും വലുതും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ തരം സെറ്റുകളായിട്ടുണ്ട് കേട്ടാ. അതെ, പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഓരോ കൊളരുകൾ നമുക്ക് ചെടികളിലേക്ക് മണ്ണ് ഇടാനും അതേപോലെ തന്നെ പുല്ല് ചെടിയുടെ കടക്കിലത്തെ നീക്കാനുള്ള സംഭവങ്ങൾ, പിന്നെ പലതരം മോട്ടറുകൾ, അങ്ങനെ എന്ത് വേണോ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അവിടെ പ്രത്യേകത തോന്നിയത് കത്തികളാണ്. അത് വണ്ടിയുടെ ലീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന കത്തികളാണ് അത്ര. അപ്പോൾ അതിന് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുന്നു. ഇവിടെ നോക്കിയാൽ നമ്മള് എല്ലാ തരം വിത്തുകളും ഉണ്ട് കേട്ടാ. നോക്കിയാൽ വയലറ്റ് വഴുതനങ്ങ, അതേപോലെ തന്നെ മറ്റേ ഉണ്ട വഴുതനങ്ങയില്ലേ അതിന്റെ, പിന്നെ വെള്ളരി, ചുരക്ക, ബീൻസ്, പറയുകയാണെങ്കിൽ എല്ലാ തരം വിത്തുകളും ഉണ്ട്. നമ്മൾ എടുത്തെടുത്ത് ഓരോ പേരും പറയണില്ല.
എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച വിത്ത് കിട്ടാണ്ട് ഇവിടുന്ന് പോവില്ല കേട്ടാ. നോക്കിയേ, ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ ഒരു വാളരിപ്പയർ എന്ന് പറയും, എന്താ അങ്ങനെ. ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ പപ്പായ, ഇത് സാധാരണ നാട് പപ്പായ കേട്ടാ. പിന്നെ മുരിങ്ങ മറ്റേ കണ്ട മുരിങ്ങക്കായയുടെ വിത്ത്. അപ്പൊ അങ്ങനെ എല്ലാതരം പച്ചക്കറികളും ഉണ്ട്. എടുത്തെടുത്തല്ല ഞാന് പറയണില്ല കേട്ടാ. നമ്മള് അഗ്ര ബസാറിൽ വന്നപ്പോ ഞാനിങ്ങനെ വീഡിയോ പിടിക്കാൻ കണ്ടിട്ടേ എന്റെ അടുത്തേക്ക് നോക്കിയ ഒരാൾ ഓടി വന്നു. ചേച്ചിയുടെ ചാനലിന്റെ പേര് ചോദിച്ചിട്ടാ. എന്താ പേര് അവിടെ? ഗൗരി ഗൗരി തീർത്ഥ PG എന്നാണ് കേട്ടോ പേര്. എത്രയാണ് പഠിക്കണേ? 2ലേക്ക്. അങ്ങനെ നമുക്ക് ഒരു പുതിയൊരു സബ്സ്ക്രൈബർ കൂടി കിട്ടിയോടെ വന്നിട്ട് എനിക്ക്. പിന്നെ നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ലാന്ന്. നോക്കി ചട്ടികളുണ്ട് കേട്ടോ. അതേപോലെ ചട്ടികളായോട്ടെ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് എന്തൊക്കെയാ സാധനങ്ങളാ വേണ്ടേ, ഇവിടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം മേടിച്ചിട്ട് പോവാം. അപ്പൊ ഞാന് ഇപ്പൊ ഈ ചട്ടിക്ക് 156 രൂപ കേട്ടാ. നോക്കി അത്യാവശ്യം നല്ല കുണ്ടൊക്കെ ഉണ്ട്, നല്ല ചട്ടിന്റെ. ഈ ചട്ടി എനിക്ക് നല്ല ഇഷ്ടായി. എന്റെ കയ്യിലില്ല ഇങ്ങനത്തെ ചട്ടി കേട്ടാ. നമുക്ക് സ്ത്രീകൾക്ക് എന്തേലും ഇവിടെ വരുമ്പോ കൃഷിയുടെ ഇപ്പൊ എല്ലാവർക്കും സൗകര്യങ്ങൾ ഉണ്ടാവില്ലേ, പക്ഷെ ഇതൊക്കെ കാണാൻ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവില്ലേ. അപ്പൊ ഇത് ഗവൺമെന്റ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലും കുറച്ച് റേറ്റ് കുറവൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടെ കാണുമ്പോ. കുഞ്ഞു കുഞ്ഞു ഭരണികള്. ഈ ഭരണി എനിക്ക് നല്ല ഇഷ്ടായി, ഉപ്പ് ഒക്കെ ഇട്ടേക്ക് നമുക്ക്. അപ്പൊ നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ വിത്തുകള്, കൃഷി ഉപകരണ സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളോട് ഒന്ന് മേടിക്കാറ്. അപ്പൊ ഞാൻ വന്നപ്പോ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തുള്ളൂട്ടെ നമ്മുടെ വീഡിയോയില്. പിന്നെ അതേപോലെ ചട്ടികള്, അയ്യോ പലതരം മോഡല് ചട്ടികളുണ്ട് കേട്ടാ. പ്ലാസ്റ്റിക്കിന്റെ ചട്ടികളാണ് ഇതല്ലാതും കേട്ടാ. ചെടിച്ചട്ടികള് ഓരോ മോഡലും ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു സ്മിത ചട്ടി ഹാങ് ചട്ടിക്ക് എവിടുന്ന എങ്ങനെയാന്ന്. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്റെ കയ്യിൽ കാണുന്ന ചട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, എന്റെ കയ്യിൽ കാണാത്ത തരത്തിലുള്ള ചട്ടികളും ഉണ്ട്. അത്രയും ചട്ടികളുണ്ട് ഇവിടെ. കാരണം അത്രയും ഭംഗിയുണ്ട് ഓരോന്ന്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിന് 315 രൂപ കേട്ടാ. ഞാൻ ജസ്റ്റ് നോക്കിയ കാരണം വില പറഞ്ഞതാണ്. ഞാനേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ കാണിക്കണുള്ളൂ. എടുത്ത് ഓരോന്നിന്റെ പേരൊന്നും പറയണില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ, അതായത് ജൈവമായിട്ടുള്ള നമ്മുടെ എന്താ വേണ്ടേ, കപ്പലണ്ടി പിണ്ണാക്ക്, അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക്, ആട്ടിൻകാട്ടം, ചാണപ്പൊടി, ചകിരിച്ചോറ്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. വീണ്ടും പറയാണ്, നമ്മളെ കൃഷിയുടെ നമ്മള് മേടിക്കുന്നതൊക്കെ ഈ കടയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ വന്ന എല്ലാം കിട്ടൂട്ടാ. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്നറിയോ, ജൈവമായിട്ടുള്ള നമ്മുടെ കീടനാശിനികൾ അത് അപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതൊക്കെ നീം ഓയില്, നമുക്ക് പയറിനൊക്കെ മറ്റേ മണ്ടരിയുടെ ഒക്കെ അസുഖങ്ങൾ വരില്ലേ, അപ്പൊ അതിനൊക്കെ അതായിട്ട് തെളിച്ചു കൊടുക്കാം. പിന്നെതാ ഇതൊക്കെ ജൈവമായിട്ടുള്ള കീടനാശിനികളൊക്കെ ആയിട്ടാ. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മേടിക്കണ ഒരു കട മണ്ണത്തിൽ നമ്മൾ പറയാറുണ്ട് വിത്ത് മേടിക്കാൻ പോണത്. തൃശ്ശൂര് വരുന്ന സ്ഥലം ഇതാണ് കേട്ടാ.
വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം എല്ലാതും ഉണ്ട് ട്ടാ. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയാൻ നിക്കണില്ല. പിന്നെ ഇത് കണ്ട കെണി, ഇതൊക്കെ ജൈവമായിട്ടുള്ള കീടനാശിനികളാട്ടാ. പിന്നെ ഇത് കവച് നമ്മള് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ലതാട്ടാ ഉപയോഗിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ട്ടാ. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഇതൊക്കെ ജൈവമായിട്ടുള്ളതാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ് കവചാണ്. പിന്നെ വേപ്പെണ്ണ മിശ്രിതം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മള്. ചാണകപ്പൊടിയാ ഇത്. വേപ്പിൻകുരു പൊടി ഏറ്റവും ബെസ്റ്റ് ആട്ടാ. വേപ്പിൻകുരു ഇങ്ങനെ കലക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലതാണ്. ഒരുവിധ കീടങ്ങളൊക്കെ ഇതിന്റെ ഈ സ്മെല്ലുണ്ടെങ്കിൽ പോവാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോ കാണാം നമ്മുടെ ഇങ്ങനെ ചില പറമ്പുകളിൽ ഇങ്ങനെ മണ്ണെണ്ണ കുടിയന്മാരെ ശല്യം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോവാറുണ്ട് കേട്ടാ. അഗ്രോ ഹൈപ്പർ ബസാർ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോർഡും കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ആ ചെറുതായിട്ട് അവിടേക്ക് പോണ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വഴി വരുമ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാവുമല്ലോ. വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ. നമ്മളങ്ങനെ അഗ്രോ ബസാറിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി. അപ്പൊ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്കറിയാലോ, മെയിൻ ആയിട്ട് നമ്മൾ മേടിക്കാൻ പോയത് നമ്മുടെ ബൂട്ടാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ബൂട്ട് മേടിച്ചു. ഷായേട്ടന് ഇത് മേടിച്ചു കേട്ടാ. പിന്നെ ചട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എപ്പോ കടയിൽ പോയാലും ചട്ടി ഉണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ മേടിക്കാതെ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചട്ടികൾ നോക്കിയപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ ഒരു ചട്ടി നമ്മുടെ മീൻ ചട്ടി കേട്ടാ. മീൻ ചട്ടി മേടിക്കാനുള്ള കാരണം എൻ്റെ ഇങ്ങനത്തെ പിടുത്തുള്ള ചട്ടി ഉണ്ടായിരുന്നില്ല കണ്ട. അപ്പൊ നമുക്കൊക്കെ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റണെങ്കിലൊക്കെ നല്ല രസമായിട്ട് പിടിച്ചിങ്ങനെ ചുറ്റാലോ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഒരു മീൻ ചട്ടി മേടിച്ചു. ഈ മീൻ ചട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാട്ടാ. പിന്നെ മേടിച്ചത് ഇത് കണ്ടപ്പോളേ എനിക്ക് തോന്നി സാമ്പാറൊക്കെ വെക്കുമ്പോ നന്നായി കഷ്ണമൊക്കെ ഇട്ട് സാമ്പാർ വെക്കുമ്പോ അത്യാവശ്യം നല്ല വിസ്താരമുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക്. ഇതില് എന്റെ ബില്ലും ഒരു കുഞ്ഞിക്കത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാട്ടിത്തരാം. അപ്പൊ അങ്ങനെ നല്ലൊരു വിസ്താരം ഉണ്ടെന്ന് തോന്നിയ കാരണം സാമ്പാറൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ചട്ടി മേടിച്ചുട്ടാ. ഇനിയിപ്പൊ എനിക്ക് വേഗം സാമ്പാർ വെക്കാനെന്ന് തോന്നും. ഭയങ്കര കൊതി തോന്നിയിട്ട് ഈ ചട്ടിയോട്. പിന്നെ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മോരുകറി. പക്ഷെ മോരുകറിയൊക്കെ വെക്കാനായിട്ട് പണ്ടുള്ള നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു ശൈലി ഉണ്ട്, ഒരു ചട്ടി. ആ ചട്ടിയിൽ മാത്രമാണ് സാധാരണ മോരുകറിയൊക്കെ വെക്കുക. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഒന്ന് തോന്നി. പിന്നെ നമ്മളിങ്ങനെ പരിപ്പ് കുത്തി പൊടിക്കുകയാണ് കറികളിൽ പരിപ്പ് ഇരുമ്പൊടി ഇട്ട് വെക്കുക, അല്ലെങ്കിൽ പരിപ്പ് മാങ്ങ മുരിങ്ങക്കായ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് പറ്റിയൊരു ഭംഗി പോലെ തോന്നിയിട്ട് ഈ ചട്ടിക്ക്. അങ്ങനെ ഇത് മേടിച്ചു. ഇതിന്റെ പൈസ എന്ന് പറയണത് 250 രൂപ കേട്ടാ. അപ്പൊ അങ്ങനെ 3 ചട്ടി മേടിച്ചു, ഇത് മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചു ഒരു കുഞ്ഞു കത്തി. ഇത് കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടം തോന്നി, ചെറുത് ഉള്ളിലേക്ക് നന്നാക്കാനായിട്ട്. അങ്ങനെ ഒരു കത്തി മേടിച്ചു കേട്ടാ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇതൊക്കെ മേടിച്ച കാര്യം നമുക്ക് പാമ്പിനെ പേടിക്കാണ്ട് പറമ്പിൽ നടക്കാന്നുള്ളൊരു വിശ്വാസം കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ഈ അഗ്രോ ബസാർ നിക്കണത് എവിടെയാണെങ്കിലേ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് റൗണ്ടിലേക്ക് പോകുമ്പോ ആ റൂട്ട്. അപ്പൊ ആ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ നീങ്ങിയാൽ മതി. അവിടെയായിട്ടാണ് നമ്മുടെ ഈ അഗ്രോ ബസാർ നിക്കണേ കേട്ടാ. അപ്പൊ എനിക്കാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെ കമന്റുകൾ വരാറുണ്ടല്ലോ നമ്മുടെ വീഡിയോയില് എന്തെങ്കിലും വിത്തുകളും അല്ലെങ്കിൽ ഓരോന്നൊക്കെ മേടിക്കുന്നത് എവിടുന്നാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴൊക്കെ നമ്മൾ കമന്റിൽ കൂടെ മറുപടി കൊടുക്കാറാണ് പതിവ്. ഒന്നെങ്കിൽ നമ്മൾ മേടിക്കാറുള്ളത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിന്ന്, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മേടിക്കാറുള്ളത് ഈ തൃശ്ശൂർ ഈ അഗ്രോ ബസാറിനാണ് നമ്മൾ പറയാറ്. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വല്ലപ്പോഴും പോകുമ്പോ ആ കട ഒന്ന് കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ കടയ്ക്ക് ഒന്ന് കാണിച്ചത്. പിന്നെ എത്ര സാധനങ്ങളൊക്കെയാണ് മേടിച്ചവിടെ. ഇനിയിപ്പോ നല്ല വിശപ്പൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ പോവാ. ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ. കണ്ണടച്ച് കഴിക്കുകയാണെങ്കിലേ ഇറച്ചി കറി തന്നെ, അത് നാടൻ ചിക്കൻ കറി ശരിക്കും ഭയങ്കര രസം തന്നെയാടാ. വിചാരിച്ചാൽ മതിയാ, അടിപൊളി കറിയാ.
ചപ്പാത്തിക്ക സുഖമാണ് ശരിക്കും കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാ ശരിക്കും. ഈ സമയത്ത് എല്ലാവർക്കും ചക്കക്കൂരൊക്കെ കിട്ടുന്ന ടൈമല്ലേ, എന്തായാലും വെച്ച് നോക്കിയുള്ളൂ കേട്ടാ. ഈ കറി കഴിക്കുമ്പോഴേ ഇടയ്ക്ക് അവരെ നാളെ അമ്പത്തിലുണ്ട്. അത് കഴിക്കുമ്പോഴേ നമ്മള് നാടൻ ചിക്കൻ കറി ശരിക്കും ചിക്കൻ വരുന്നത്. അത് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര രസാ ശരിക്കും. നോൺ കഴിക്കാത്തവരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നീ നോൺ കഴിച്ചു തുടങ്ങാലെന്ന് തോന്നിക്കും, അത്ര രസാ. അങ്ങനെ തന്നെ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. അപ്പൊ നമ്മള് ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരണേട്ടാ.